നമസ്കാരം. നമ്മൾ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഫൗണ്ടേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു രീതികളാണ്. അതാണ് നമ്മൾ ചെയ്തിരുന്നത്. രണ്ടാമത് പാചകം എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ന് ആ പാചകത്തിൻ്റെ വർക്ക് കഴിയുകയാണ്. അത് നമ്മളെങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നോക്കുക, ഇതേപോലെയാണ് നമ്മൾ പാചകം ചെയ്യേണ്ടത്. അടിച്ച് പാക്ക് ചെയ്തു. പാക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് വീതിയിൽ ഇതിൻ്റെ മേലെ പരക്കനിട്ട് സൈഡെല്ലാം ഒന്ന് അടച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ കഴിഞ്ഞാൽ ഇതുപോലെ പരക്കനെടുത്ത് ഈ സൈഡിൽ ഒന്ന് കനം പിടിച്ചു കൊടുക്കുക. ഇതേമാതിരി നമ്മൾ പരക്കനിട്ടിട്ട് ഇതിന് മേലെ ഒന്ന് പാചകം ഒന്ന് കനം പിടിക്കുക. അതിൻ്റെ ഈ സൈഡൊന്ന് അടച്ചു കൊടുക്കുക. അതിന് ശേഷം ഉള്ളിൽ മണ്ണിട്ടിട്ട് ഈ കെട്ടിൻ്റെ മേലെ ഇട്ട് നന്നായി കലക്കുകയാണെങ്കിൽ ഈ മണ്ണിൻ്റെ ചാറ് ഗ്രേവി ഇതിൻ്റെ ഉള്ളിൽ തന്നെ പിടിച്ചു നിൽക്കും, പുറത്തേക്ക് പോകുന്നതല്ല. ഇത് നല്ല ഉറപ്പുള്ള ഒരു പണിയാണ്. ഇതേ രീതിയിലാണ് നമ്മൾ ഒരു തറ ചെയ്യേണ്ടത്. ഒരു ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ 2 ലെയറായിട്ട് ചെയ്ത് രണ്ടാമത്തെ ഘട്ടം ഇതുപോലെ അടിച്ച് പണിത് ഇതുപോലെ ചെയ്യാം. അല്ല, ഫുൾ സിമെൻറ്റിൽ പണിയേണ്ട ആവശ്യമില്ല. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു തറയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയായി ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം.